അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മളെ നോമ്പൊക്കെ 3ഉം 4ഉം ഒക്കെ ആയി കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നല്ല ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. നോമ്പിൻ്റെ കുട്ടിപ്രായമാണല്ലോ. അപ്പോൾ കുട്ടിപ്രായം പെട്ടെന്ന് കഴിഞ്ഞു പോകും. വലിയ അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ, വലിയ കുഴക്കമൊന്നും ഇല്ലാതെ അങ്ങനെയാണ് കഴിഞ്ഞു പോകണ്ടില്ല. പിന്നെ ചൂട് അത് ഉള്ളത് തന്നെയാണ്. എന്നാലും കുറച്ചൊക്കെ ഒരു ശമനം ഉണ്ടല്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ബീഫാണ് കേട്ടോ. ബീഫ് ഇപ്പോൾ 2-3 ദിവസം ചിക്കനതിന്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെച്ചപ്പോൾ ഇന്ന് ഇറച്ചിക്കറിനോടൊക്കെ ഒരു മടുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് ഉരുളൻകിഴങ്ങും കറിയും വെക്കാം. പിന്നെ കുറച്ച് ബീഫുണ്ട്, അത് ഒന്ന് വരട്ടും ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആളുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ബീഫിനെക്കാട്ടും ചെറിയ ഉള്ളി എടുത്തുക്കണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇപ്പോൾ കുറച്ച് കൂടുതലൊക്കെ എടുക്കേണ്ടത് നല്ലതാണ്. എന്നാൽ പിന്നെ കയ്യും കാലിനും വേദനയൊന്നും വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ടാ. അതിൽ മിക്സിയിലൊക്കെ ഇടുമ്പോൾ, മിക്സിൻ്റെ ജാറിലിടുമ്പോൾ പെട്ടെന്ന് ചതഞ്ഞു പോവും. പിന്നെ അമ്മിക്കല്ലിൽ കുറേ ഷൈറ്റെല്ലാം ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചതക്കിയാൽ പെട്ടെന്ന് കഴിഞ്ഞോളൂ. അപ്പോൾ പിന്നെ അതിലേക്ക് തക്കാളി, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ നമ്മൾ അതിൻ്റെ പാകത്തിന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ ഇഷ്ടംമാതിരി കൂട്ടിയേക്കണ്. എന്നാലും കുറച്ച് പെരിഞ്ജീരകം വരട്ടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും, മുഴുവൻ ഉലുവ. അപ്പോൾ നമ്മളെ ബീഫ് മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അതൊക്കെ കുറച്ചിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നല്ല നാടൻ കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടുകൊണ്ട് ഒന്നാണ് കുഴക്കുക. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ബീഫിൽ നല്ല സാധനങ്ങൾ കൂട്ടി കൊടുക്കണം. എന്നാൽ ബീഫ് നമുക്ക് വല്ലാതെ തടിക്ക് പിടിക്കില്ല. ബീഫായാലും കുറച്ചായാലും അതിപ്പോൾ പെട്ടെന്ന് പിടിക്കൂട്ട. നമ്മൾ നോമ്പ് നോറ്റുകാണ്ട് വളർന്ന സമയത്ത് വേഗം ശരീരത്തിന് പിടിച്ച് കയറും. കൊളസ്ട്രോളിന് നല്ല മുതലുള്ള. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ കുറേ കൂട്ടുമ്പോൾ അതിനൊക്കെ കുറച്ചാക്കുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ കുക്കറിലാക്കിക്കാണ്ട് അത് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കുക്കറിലാക്കി ഇനി കഴുകിയ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ബീഫ് വെക്കണ്ടൊക്കെ എല്ലാവർക്കും അറിയിക്കാരം. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ അടുപ്പുമേൽ വയ്ക്കണേ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതൊക്കെ പണിയെടുത്ത് വെക്കും. അപ്പോൾ പിന്നെ ഞാനത് വൈകുന്നേരം എടുത്ത് വെച്ചതാണ് കേട്ടത്. വൈകുന്നേരം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിക്കാണ്ട് വലിയ ഉള്ളി കൂട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് വാട്ടിക്കാണ്ട് അതിക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ചൊക്കുണ്ട് പിന്നെ മൂപ്പിക്കാണ്ടിട്ട് വെള്ളുള്ളി. അപ്പോൾ പിന്നെ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടില്ല, ബാക്കിയൊക്കെ നമ്മൾ ആദ്യം ഇട്ടതല്ല. അപ്പോൾ നമ്മളെ ബീഫ് വെള്ളമൊന്നും വല്ലാതെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണേ. നല്ല അടിപൊളി ബീഫ് അതിനിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ പത്തിരിക്ക് നല്ല രസമുണ്ടായിന്. പിന്നെ ഉരുളൻകിഴങ്ങും കറി വെച്ചിന്. അപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, തേങ്ങ അരച്ച് കണ്ട് വെച്ചതിന്. അപ്പോൾ അതിക്ക് ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പത്തിരി തന്നെ കേട്ടോ ചുടൽ. പിന്നെ ചിലരൊക്കെ അങ്ങനെ മാറിയൊക്കെ ഉണ്ടാക്കും. ഇക്കാരം ഇവിടെ വയസ്സന്മാരൊക്കെ ഉള്ളടത്ത് അരിപ്പത്തിരി തന്നെ വേണ്ടി വരും. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ അത്താഴത്തിനുള്ളതാണ്. 2 അയിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് വെക്കാം കേട്ടോ. ഇത് രാവിലെ മുറിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തതിന്. അപ്പോൾ നമുക്ക് പിന്നെ ചോറും വേണം, പിന്നെ മീൻ കറിയും വേണം. അതൊക്കെ നിർബന്ധമാട്ടെ നമ്മളെ വീട്ടിൽ. പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഒലിക്കാൻ അങ്ങനെയൊക്കെ ശീലമായി വന്നതാണേ. എന്നെങ്കിലേ ഒലിക്ക് നോമ്പ് ഒലിക്കാൻ വയ്ക്കുള്ളൂ. അപ്പോൾ പിന്നെ അത് എന്നും അങ്ങനെ തന്നെ ചെയ്യലിട്ടോ. അപ്പോൾ 2 ദിവസം മുളകിട്ട മീൻ കറിയൊക്കെ ഉണ്ടാക്കി അത് ഫുള്ള് ബാക്കിയായിട്ടാ. കുറച്ച് മതിയല്ലോ. കറി ആക്കി വെക്കുമ്പോൾ പിന്നെ ഒരുപാടായി വരും. അപ്പോൾ ഞാനത് പിന്നെ വേറൊരു മോഡലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ മീൻ കറിയൊക്കെ നോമ്പിന് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതിലൊക്കെ മുറിച്ച് ഞാൻ കഴുകിക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ കുറവാണ്. കഴിഞ്ഞ വീഡിയോ ഒന്നും വല്ലാതൊന്നും പോയിട്ടില്ല. നോമ്പായതുകൊണ്ടേക്കും. നോമ്പാകുമ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ആരും കാണില്ല. ഇതിൻ്റെ ഒക്കെ പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ആരെങ്കിലും കാണലേ. അപ്പോൾ എന്നാലും നമ്മളുടെയൊക്കെ ഒന്ന് കണ്ടുകാണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോകുള്ളൂ. ഒരു ലൈക്ക് ഇട്ടുകാണ്ട് നിങ്ങളൊന്ന് കാണണം കേട്ടോ. കാണുന്നതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ലൈക്ക് ഇടണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അയിലമീനൊക്കെ കൈയൊക്കെ റെഡിയാക്കിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. കുറച്ച് ആദ്യം പിഴിഞ്ഞ് വെച്ചാൽ ഇതാണ് ഇട്ടത്. അപ്പോൾ വല്ലാതെ ഇല്ല. അപ്പോൾ അത്താഴത്തിൻ്റെ നേരത്തൊന്നും വല്ലാതെ ഒന്നും പറ്റില്ല, ഒക്കെ ഏറിക്കാളും. പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തോ മാതിരിണ്ടായി വരും കേട്ടോ. ഒരു ടേസ്റ്റൊന്നും പറ്റാത്ത മാതിരിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ട് കേട്ടോ. അയിലാവുമ്പോൾ ഞാൻ മല്ലിപ്പൊടി കുറച്ച് ഇടലുണ്ട്. അയില ചെമ്മീനൊക്കെ ആകുമ്പോൾ
അപ്പോൾ ഇതിപ്പോൾ ഞാൻ വറ്റിക്കാനായിട്ട് ഉണ്ടാക്കണ്ടേ, വറ്റിച്ചുകാണ്ട് പിന്നെ അത് കറിയാക്കും. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ കുറച്ച് കറിയൊക്കെ വേണ്ടോലെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ലോണ്ട് കായം തേച്ച് ആക്കിക്കാണ്ട് ഞാൻ ചെറിയ കുഞ്ഞു മൺചട്ടിയിൽ അപ്പോൾ ഇതിലുണ്ട് പരത്തി വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ കറിയാക്കി ഒറ്റയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ബാക്കിയാവുമെന്ന്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു പാത്രം മതിയാനോ, പിന്നെ കുറച്ചാവുള്ളൂ കേട്ടോ, മറ്റൊരു പാടാവും. അപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി 4 മുറിച്ച് കാണ്ട് അതിന് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അയക്കണ്ട് ഇളകും ചെയ്യരുത്, കൈക്ക് വരും ചെയ്യരുത് എന്നുള്ള മട്ടത്തിൽ, വേവും വേണം എന്നുള്ള മട്ടത്തിലാണ് കേട്ടത്. അങ്ങനെ വെച്ച് കൊടുക്കണ്ട്. ഇടിഞ്ഞ് ഞാൻ കൈയ്യകിയ വെള്ളം അതിന്മേലുണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇടിഞ്ഞത് അടുപ്പത്തെടുത്ത് ഇങ്ങനെ തിളച്ച് വറ്റിക്കോട്ടെട്ടാ. അപ്പോൾ പിന്നെ ഞാൻ എന്താ കാട്ടലെന്നാ, അത്താഴത്തിൻ്റെ സമയത്ത് ആ മീനുണ്ട് എടുത്തുകാണ്ട് പൊരിച്ചെടുക്കും. എന്നിട്ട് പിന്നെ അതിൽ ലേശം വെള്ളം ഒഴിച്ചുകാണ്ട് അത് കറിയാക്കുന്ന, പിന്നെ കൂടുതലാവില്ല. പിന്നെ അത് വൈകുന്നേരം ഞാൻ ഇന്നലെ സമൂസ ഉണ്ടാക്കിയ അതിൻ്റെ ഫില്ലിങ് കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു 2-3 ഉരുളങ്കിഴങ്ങ് പിങ്ങിങ്ങാണ്ട് അതുകൂടി കൂട്ടിങ്ങാണ്ടുണ്ട് സമൂസല്ല കട്ട്ലറ്റ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ആളൊക്കെ കുറവാകുമ്പോൾ പിന്നെ ഉണ്ടാക്കിയതൊക്കെ ബാക്കിയാണ് ഈ കറി. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഒരു 6 കട്ട്ലറ്റ് കിട്ടിട്ടോ. അപ്പോൾ അന്നത്തെ ദിവസത്തിന് അങ്ങനെ ഉണ്ടായും ചെയ്ത് അതിനേക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇത് ഫില്ലിങ്ങൊക്കെ ബാക്കി ഉണ്ടായില്ലേ, വല്ല ഫ്രീസർക്കാണ് വെച്ചാൽ മതി. ഫ്രീസർക്ക് വെച്ചാൽ പിന്നെ കേട് വരില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പാണ് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കൈതച്ചക്ക ഇട്ട ജ്യൂസ്, അപ്പം മധുരം വേണ്ടിയവരും ഉണ്ട് വേണ്ടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പം മധുരം ഉള്ളവർക്ക് എടുത്ത് വെച്ചുകാണ്ട് പിന്നെ ഞാൻ പഞ്ചാര ഇട്ടുകാണ്ട് നന്നായി ഇളക്കുക കേട്ടോ. അത് ഈ അടിച്ചാൽ പിന്നെ തണുത്തള്ളം ചെന്നാൽ പിന്നെ പഞ്ചസാര ഉണ്ട് ഇളകാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഇളക്കി ഒക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ നോമ്പറക്കണമൊന്നും പിന്നെ അങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒക്കെ ഉണ്ട് റെഡിയാക്കി ഒക്കെ വെച്ചിക്കണേ. പിന്നെ ഞാൻ പുലർച്ചക്കാണ് എടുത്തത്. അപ്പോൾ 4 മണിക്ക് എണീറ്റിക്കണം കേട്ടോ. 4 മണിക്ക് എണീറ്റ് പിന്നെ ഞാൻ ചായ ഒരടുപ്പത്തും പിന്നെ പഴം പുഴുങ്ങും അതൊരടുപ്പത്തും പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് മീൻ എടുത്ത് കാണുന്നുണ്ട് പൊരിക്കുന്നത്. ആ മീനുണ്ട് എടുത്ത് കാണുന്നുണ്ട് പൊരിക്കും കേട്ടോ. ഈ അത്താഴത്തിന് നേരത്തെ കുറച്ച് മതിയാവും, എന്നാലും അത് ദിവസമാണേനും. ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊന്നും ചോറ് വെക്കണില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അതൊന്നും പറ്റില്ല, ഇവിടെ ചോറ് തന്നെ വേണം കേട്ടോ. അപ്പോൾ എന്നും കുറച്ച് അരിയിട്ട് കണ്ട് ചോറ് വെക്കും. ഞാൻ കുക്കറിൽ അധികം വെക്കലിട്ടാ, അല്ല ഞാൻ ഒരുപാട് സമയം വേവേണ്ടി വരും. കുറച്ച് അരി ആയാലും വേവുള്ള അരിയാണേനും വേവ് കുറഞ്ഞായിട്ട് പറ്റില്ല. വേവ് കുറഞ്ഞതായ വേഗം വിശക്കും. അപ്പോൾ അരിച്ച് കണ്ട് അങ്ങ് എടുക്കലില്ല കേട്ടോ. ഈ നൂർജാൻ അരിയൊക്കെ വേഗം വിശക്കും. അപ്പോൾ പിന്നെ കുറവ് അരി തന്നെയാണ് ചോറ് വെക്കലിട്ടാ. അപ്പോൾ മീൻ ഞാൻ രണ്ടിട്ട് പൊരിച്ചെടുത്ത്. അപ്പം ഇനി ഞാൻ പറഞ്ഞില്ല പിന്നെ അതിൽ തന്നെ കറിയാക്കാൻ. അപ്പോൾ ലേശം ഒരു ഉള്ളി ഇട്ട് കാണും മൂപ്പിച്ച് കാണ്ട് നമ്മളെ വറ്റിച്ച അതിലത്തെ കായ ഉണ്ടല്ലോ അതിൽ ലേശം വെള്ളം ഒഴിച്ച് കാണ്ട് ഈ കണ്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറിയായിട്ടാ. കുറച്ചൊരു 2 ഞിക്കയിൽ കറിയേ വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിക്ക് വെള്ളം ഒഴിച്ച് കാണ്ട് അത് കറിയായിട്ടാ. അപ്പോൾ അത് വറവിട്ട് കാണ്ട് തീക്കണ്ട് ഒഴിച്ച്. അപ്പോൾ പിന്നെ കറി ഇവിടെ റെഡി ആക്കണേ. എന്നാലും നല്ല മീനിൻ്റെ ആ ചൊയ്യും ഒക്കെ കിട്ടൂട്ടാ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ അത്തായെന്നൊന്നും നമുക്കറിയില്ല കേട്ടാ. ഒരുവിധ ആൾക്കാരൊക്കെ പറയും ഞങ്ങൾ ചോറുണ്ടാക്കലിന്നില്ല എന്നറിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറുണ്ടാക്കാതെ പിന്നെ എന്തെങ്കിലും പത്തിരിയൊക്കെ ബാക്കിയുള്ളത് തിന്നയിക്കാരോ. അപ്പം അങ്ങനെ കറി വിടായിക്കണം കേട്ടാ. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കും. ഈ കട്ടൻ ചായ കുടിച്ചാൽ നമുക്ക് പകൽ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ മോള് കട്ടൻ ചായ കുടിക്കില്ല. അപ്പം ഞാൻ അവളോട് പറയും, അവൾ പറയും ഭയങ്കര തലവേദന എന്ന് പറയും കട്ടൻ ചായ കുടിക്കായിട്ടാണ്. കട്ടൻ ചായ കുടിച്ചാൽ മതി. അപ്പം പകലങ്ങനെ തലവേദനൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് വെച്ചിക്കണേ. പിന്നെ നമ്മൾ നേന്ത്രപ്പായ കേട്ടോ പൊയ്ങ്ങൽ. മൈസൂർപ്പായ ഇവിടെ അങ്ങനെ പറ്റില്ല. അതും ഉമ്മാക്ക് അങ്ങനെ ശീലമായതാട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ആ ശീലം വന്നതാണ്. അപ്പോൾ നേന്ത്രപ്പായ പിന്നെ 2 പൂത്തതും രസം പൊപ്പ് കമ്മി ഉണ്ടാവുന്നുണ്ട്. അച്ചലിക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഗ്യാസ് അറിയാം. അപ്പോൾ പിന്നെ വേവിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊന്ന് പൊങ്ങിങ്ങാണ്ട് അത് ഓരോ പീസ് എല്ലാവരും എടുക്കട്ടോ. അതാണ് നമ്മളെ മുഖ്യ ആഹാരം. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് ഇതൊക്കെ ചോറൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല കണലുള്ള അടുപ്പുമ്മൽ ഇങ്ങനെ വെച്ചിട്ടതേനി. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ട് വിളമ്പാണ്. കുറച്ച് തന്നെ കൈക്കൊള്ളും, എന്നാലും ആ ചോറിൻ്റെ വേണം, അത് പറഞ്ഞാൽ മതി. അപ്പം പിന്നെ ചോറൊക്കെ ഉണ്ട് വിളമ്പി.
അപ്പോൾ പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഉണ്ട് കേട്ടോ. മോനക്ക് അങ്ങനെ മുളകിട്ട കറി പറ്റില്ല. അപ്പം പത്തിരിക്ക് ഉണ്ടാക്കിയ ഇറച്ചിക്കറി ഉണ്ടായിന്, ചിക്കൻ കറി ഉണ്ടായിന്. അപ്പോൾ പിന്നെ അല്ല ഇതിൻ്റെ പച്ചക്കറിൻ്റെ കറിയേ. അപ്പോൾ അത് മോനക്ക് അതും കൊണ്ടുവച്ച്. അപ്പോൾ ഞങ്ങൾ മുളകിട്ട കറിയാണ് അതാട്ട കഴിക്കൽ. പിന്നെ അതൊക്കെ റെഡിയാക്കി ഒക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും നിസ്കരിക്കണമൊക്കെ ഉണ്ട്. ആരും ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആരും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് ക്യാമറ അങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ കുറച്ച് സമയം ഒന്ന്. അപ്പോൾ നമ്മളോട് ഒരു കൂട്ടുകാർ ചോദിച്ചു നിങ്ങൾ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പോൾ പിന്നെ അതായും ചെയ്ത് ഒരു കണ്ടൻ്റ് ആയും ചെയ്തെന്ന് വിചാരിച്ച് കണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ആരും ചെയ്യണില്ല. എന്താണെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റണില്ല. ലൈക്ക് തന്നാലല്ലേ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്ത് കഴിച്ചിട്ടൊന്നും വരില്ല. എന്നാലും ഒരു പ്രൊമോട്ടാണ്. പിന്നെ അപ്പോൾ യൂട്യൂബിന് എന്തെങ്കിലും വേറുള്ളവരെ മുന്നിലേക്ക് നമ്മൾ വീഡിയോ കൊണ്ടുപോകണമെങ്കിൽ ലൈക്ക് വേണം. ലൈക്ക് ഇല്ലാതെ വീഡിയോ അച്ചലേക്ക് അവിടെ കിടക്കും. അങ്ങനെയായിട്ട് ചെയ്യൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈക്കിന് നിങ്ങളോട് ഇങ്ങനെ കേടാൻ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആരും അത് കാണുന്നില്ല, ആരും ലൈക്ക് ഇടണമില്ല. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് ഒന്നും എടുത്തതാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.